അപ്പോൾ ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 4th ചാപ്റ്റർ വരെ പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്ന 5th ചാപ്റ്റർ ആണ്. കൾച്ചറൽ അപ്രോച്ച് ആണ് അതിന്റെ ഹെഡിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ, അതായത് കിങ്ഷിപ്പിൽ ഒക്കെ ഈ കൾച്ചറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കൾച്ചർ എന്ന് പറയുന്നത് സംസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സംസ്കാരം നമ്മുടെ ബന്ധുത്വവും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യലൈസേഷനും, അതായത് സാമൂഹ്യവൽക്കരണവും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കുടുംബവും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളും ഒക്കെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സംസ്കാരം കിങ്ഷിപ്പിനെ സ്വാധീനിക്കുന്നതെന്നും അതുപോലെ തന്നെ കിങ്ഷിപ്പിന്റെ അല്ലെങ്കിൽ മാരേജിന്റെ പ്രവർത്തനങ്ങളെ സംസ്കാരം എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നതെന്നുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are two ways of understanding kinship. One proclaims that kinship could only be accessed from the biological necessities of human reproduction. The belief was the kinship was based on the access of sexual relation and procreation. അപ്പോൾ നമുക്ക് കൾച്ചർ ഒക്കെ നമ്മുടെ കിങ്ഷിപ്പിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിങ്ഷിപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷനെയും അതുപോലെ തന്നെ മാരേജ് റിലേഷനിലൂടെയും നമ്മുടെ രക്തബന്ധത്തിലൂടെയൊക്കെ നമ്മുടെ ബന്ധുക്കളായി തീരുന്നവരെയാണ് നമ്മൾ കിങ്ഷിപ്പ് എന്ന് പറയുന്നത് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Therefore, kinship is mainly a matter of culture. The real basis of kinship was therefore the culture and not biology. അപ്പം കിങ്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് ബയോളജിയുമായിട്ട് അതിനുള്ള ബന്ധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതിന് കൾച്ചറുമായിട്ടുള്ള ബന്ധവും, കിങ്ഷിപ്പിന് കൾച്ചറുമായിട്ടുള്ള ബന്ധവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. The cultural approach believed that the social relationship are determined from the point of view of symbols in which relationships are embedded. The kinship study depends upon the ethnographic examination of the culture. The cultural approach therefore believed that kinship is a culture or a social construct, and the biological approach believed that kinship is natural or given. അപ്പൊ നമ്മുടെ കിങ്ഷിപ്പ് എന്ന് പറയുന്നത് അത് നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതുമാണ്. David Schneider examined the cultural approach and believed that kinship is a cultural system that is based on shared symbols and meanings. Culture was used to denaturalize kinship on the basis and that relations are culturally produced. ഡേവിഡ് ഷ്നൈഡർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് അതുപോലെ തന്നെ ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെയാണ് നമ്മൾ കിങ്ഷിപ്പിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ കിങ്ഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള അതിന്റെ ആസ്പെക്ട്സിനെ കുറിച്ചും ഒക്കെ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ട് ഒരു വ്യക്തിയും കൂടിയാണ് ഡേവിഡ് ഷ്നൈഡർ എന്ന് പറയുന്നത്. അപ്പൊ ഡേവിഡ് ഷ്നൈഡർ എന്ന് പറഞ്ഞ പേര് വളരെയധികം ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡേവിഡ് ഷ്നൈഡറിനെ കുറിച്ച് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി ഡേവിഡ് ഷ്നൈഡറിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റും ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം കിങ്ഷിപ്പിനും അതുപോലെ തന്നെ അതിന്റെ കൾച്ചറൽ അപ്രോച്ചിനും ഒക്കെ നൽകിയിട്ടുള്ള സംഭാവനകൾ ഏതൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് കാണുന്നത്. David Schneider made an important contribution in the study of kinship and rejected the earlier understanding of kinship in purely biological terms. He opined that norms, values, and symbols were significant and hence kinship is cultural in nature. He added that biology as the basis of kinship in Western notion and is abstract idea which is not to be found only in the minds of the anthropologists and not in the society which they studied. അപ്പം അതുപോലെ തന്നെ ഡേവിഡ് ഷ്നൈഡർ കൾച്ചറൽ ആന്ത്രപ്പോളജി അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയിലും കൾച്ചറിന്റെ സമീപനത്തെ കുറിച്ചൊക്കെ വളരെയധികം പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മുടെ ബന്ധുത്വത്തിന്റെ കുറച്ച് പഴയ രീതിയിലുള്ള ചിന്താരീതികൾക്കൊക്കെ അതിനെ വിമർശിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഷ്നൈഡർ എന്ന് പറയുന്നത്. ഇനി ക്രിറ്റിക് ഓഫ് കിങ്ഷിപ്പ് സ്റ്റഡി. അപ്പൊ ഷ്നൈഡർ എന്ന് പറയുന്ന വ്യക്തി, ഡേവിഡ് ഷ്നൈഡർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കൾച്ചറിന്റെ അല്ലെങ്കിൽ കിങ്ഷിപ്പിന്റെ പരമ്പരാഗതമായ ആശയങ്ങളെയൊക്കെ വിമർശിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രധാന വിമർശനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഡേവിഡ് ഷ്നൈഡർ, the theories proposed by Western anthropologists were limited in their applicability and could not be used to understand family and kinship in non-Western society. Schneider understood kinship as abstract as there is no such thing as kinship in his work. A critic of the
സ്റ്റഡി ഓഫ് കിൻഷിപ്പ്. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കാം. ഡേവിഡ് ഷിനൈഡറിന്റെ വർക്ക് ഏതാണെന്നുള്ള ചോദ്യം ചിലപ്പോൾ വൺവേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് ഷിനൈഡറിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ക്രിറ്റിക്ക് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ കിൻഷിപ്പ് സ്റ്റഡീസിനെയൊക്കെ ക്രിറ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യവും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അക്കോർഡിംഗ് ടു ഹിസ് തിയറി ദ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് വെയർ ക്രിറ്റിസൈസ്ഡ് ഓൺ ദ ഫോളോയിങ് 3 ഗ്രൗണ്ട്സ്. അതും പ്രധാനപ്പെട്ടതാണ്. അതായത് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തത് ഏതൊക്കെ മേഖലകളിലാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 60 നമുക്ക് 60-ാം പേജിൽ നമുക്ക് ഒരു പോയിന്റ്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. talk of two only biological aspects. They are worried about only sharing of biogenetic substance and not about the magnitude of sharing. Third one എന്ന് പറയുന്നത് there is not difference between structure and culture. അപ്പോൾ കിൻഷിപ്പ് സ്റ്റഡീസിൽ ഒരു ഡിഫറൻസ് ഇല്ല, കൾച്ചറും അതുപോലെ തന്നെ സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നും വളരെ ഡിഫറെന്റ് അല്ല നമ്മുടെ കിൻഷിപ്പ് സ്റ്റഡീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗതമായ ഒരുപാട് കിൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്താ രീതികളെയൊക്കെ ഷിനൈഡർ വളരെയധികം എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഇനി കൾച്ചർ ആൻഡ് നോർമറ്റീവ് സിസ്റ്റംസ്. Schneider also made a difference between the cultural system of the society and the normative. According to his theory, the cultural system is a systems of unit which are defined in some ways and which are differentiated according to different ideas. There are certain rules and regulations of the normative system which an actor should follow in his behavior is to be accepted by his society and community as proper. അപ്പോൾ നമ്മൾ കൾച്ചറൽ അപ്രോച്ചിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നമ്മൾ 5th ചാപ്റ്ററിൽ ഈ കൾച്ചർ ആൻഡ് നോർമറ്റീവ് സിസ്റ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഷിനൈഡർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോളജിസ്റ്റുമായിട്ടുള്ള വ്യക്തിയുടെ എന്താണ് പേജ് നമ്പർ എന്ന് പറയുമോ? മ്യൂട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതുവഴി നമ്മുടെ ചാറ്റ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ. അമേരിക്കൻ കിൻഷിപ്പ് എന്ന് പറയുന്നതാണ് അടുത്ത പാരഗ്രാഫ്. അത് പേജ് നമ്പർ 61-ലാണുള്ളത്. Schneider studied the American kinship and analyzed that it is not only part of the larger domain which is made up of two different parts, example shared biogenetic substance or the blood which is inherited natural substance and a code of conduct or moral order which guarantee solidarity among related members. അമേരിക്കൻ കിൻഷിപ്പിൽ വളരെയധികം ഡിഫറെന്റ് ആണ്. കാരണം അവിടെ നമ്മുടെ അതായത് പ്രഗ്നൻസിയിൽ വളരെയധികം ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റീപ്രൊഡക്ഷൻ രീതികളൊക്കെ അമേരിക്കൻ കിൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യൻ കിൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ത്രീയെ സ്വന്തമായിട്ട് ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമേ അവർ മാതൃത്വം അനുഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ മാതാവ് എന്ന പദത്തിന് അർഹതയാകൂ എന്നുള്ള ചില കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ കിൻഷിപ്പ് പഠനങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്കൻ കിൻഷിപ്പിലൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പഠനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബന്ധുത്വത്തെ കുറിച്ച് വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതികളാണ് അവർ പിന്തുടർന്നിരുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The two elements are combined to obtain 3 major categories of kin, the kinship. The formation of the blood relatives when both are the elements occur together are considered to be related in nature and they are part of natural order of things. The second one is the formation of the category of relatives in laws or relatives by marriage when the code of conduct elements occur along and without shared or biogenetic substance elements. Third one is the category of relevance in nature is formed when the shared of biogenetic substance in present alone. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കാം. അമേരിക്കൻ കിൻഷിപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കും. Schneider opinion that kinship is not about sharing or not sharing the biogenetic substance but how we share it. അപ്പോൾ ഷിനൈഡറിന്റെ അഭിപ്രായത്തില് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ പരമ്പരാഗതമായിട്ട് കണ്ടുവന്നിരുന്ന ചില ആശയങ്ങൾ ഷിനൈഡർ ക്രിറ്റിസൈസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറയുന്നത് നമ്മുടെ വിവാഹം വഴിയുള്ള ബന്ധുത്വം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്ന രക്തബന്ധം വഴിയുള്ള ബന്ധുത്വത്തെയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് അംഗീകരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കിങ്ഷിപ്പ് എന്നുള്ള രീതിയിൽ
വിവാഹം വഴിയുള്ള ബന്ധുത്വവും അതുപോലെ തന്നെ രക്തബന്ധവും മാത്രമാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഷിനാഡറിന്റെ അഭിപ്രായത്തിൽ ദത്തെടുക്കുന്നതും അല്ലെങ്കിൽ സെറോഗസി എന്ന് പറയുന്ന വാടക ഗർഭധാരണം, അപ്പൊ അങ്ങനെ സെറോഗസിയിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതുമൊക്കെ ഒരു കിങ്ഷിപ്പിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു ആശയമാണ് ഷിനൈഡർ നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ട് കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ അപ്രോച്ച് ആണ്. The cultural approach of kinship by Schneider led to review of the anthropological studies and focuses more on culture, which have been referred as new kinship studies, as they investigate the non-biological rooted relatedness with a focus on how kinship emerged over time through caregiving relationship and is in response of affirmative choices. അപ്പൊ അതുപോലെ തന്നെ ചോയ്സസ്, അതായത് ഒരു സ്ത്രീക്ക് ഇപ്പോഴും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നുണ്ട് ഇപ്പം ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള മാരേജസ്. അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാരേജസ് ഒക്കെ വളരെയധികം തെറ്റായിട്ടും അല്ലെങ്കിൽ ഒരു തിന്മയായിട്ടൊക്കെ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ടൊക്കെയാണ് സെയിം ലിംഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹമൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഷിനൈഡറിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഷിനൈഡറിന്റെ പഠനങ്ങളിലൂടെ അങ്ങനെ സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹവും അതുപോലെ തന്നെ മാരേജ് ബൈ ചോയ്സ് എന്ന് പറയും, അതായത് സ്വന്തം പങ്കാളിയെ നമുക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ കിങ്ഷിപ്പിൽ ഉൾപ്പെടുത്തിയത് ഷിനൈഡറിന്റെ പഠന പ്രവർത്തനങ്ങളിലൂടെയാണ്. അടുത്തെന്ന് പറയുന്നത് ജാനറ്റ് ക്രാസ്റ്റൺ ആണ്. അതും കൾച്ചർ ഓഫ് റിലേറ്റഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിലേറ്റഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുത്വം അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം ജാനറ്റ് ക്രാസ്റ്റണും നമ്മുടെ ഡേവിഡ് ഷിനൈഡറിനെ പോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസിലൊക്കെ വളരെയധികം അതുപോലെ തന്നെ കിങ്ഷിപ്പിനെ കുറിച്ചൊക്കെ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. There are some terms like relatedness and sharing that become popular in the study of kinship after the critique of kinship by David Schneider. These introduce the informal relations formed by being related compared to the previous provisional formal ones. The term relatedness refers to the relations created through reproduction, marriage, adoption, and other forms, which was often used by the anthropologist Janet Kraston. ഇപ്പം ജാനറ്റ് ക്രാസ്റ്റൺ എന്ന് പറയുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്. അതുപോലെ ഡേവിഡ് ഷിനൈഡറിന്റെ പഠനങ്ങളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ജാനറ്റ് ക്രാസ്റ്റൺ എന്ന് പറയുന്നത്. കിങ്ഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ പുതിയ മേഖലകളെ കുറിച്ചും ഷിനൈഡർ നൽകിയിട്ടുള്ള പഠനങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ജാനറ്റ് ക്രാസ്റ്റണും ഈ രീതിയിലേക്കുള്ള പഠനങ്ങളിലേക്ക് വഴിതിരിഞ്ഞത്. അതുപോലെ ദത്തെടുക്കലും അതുപോലെ സെറോഗസി വഴിയുള്ള പുനരുൽപാദനവും ഒക്കെ ഒരു കിങ്ഷിപ്പിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചത് ജാനറ്റ് ക്രാസ്റ്റണും കൂടിയാണ്. ഓക്കെ, അതിന് തുടക്കം കുറിച്ചത് ഷിനൈഡർ ആണ്. അതിനുശേഷം ഷിനൈഡറിന്റെ പാത പിന്തുടർന്ന ആളുകളാണ് ജാനറ്റ് ക്രാസ്റ്റണും അതുപോലെ തന്നെ മാരിയൻ സതാർട്ടണും. ഇനി മാരിയൻ സതാർട്ടൺ എന്ന് പറയുന്നത് the idea of biology brought about the technological interventions by investigating the separation of biology and culture into neat categories in kinship studies. He also proclaimed that biology means genetic relatedness, which is what has been utilized as kinship. She also focused on the shifts of conceptions of biology in the wake of technology changes. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. കാരണം മാരിയൻ സതാർട്ടണും നമ്മുടെ ഷിനൈഡറിനെ പോലെയും അതുപോലെ തന്നെ ജാനറ്റ് ക്രാസ്റ്റനെ പോലെയും നമ്മുടെ കിങ്ഷിപ്പ് പഠനങ്ങളിൽ പുതിയ പുതിയ വെളിച്ചങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ അവരും പ്രശസ്തരായ ഒരു ആന്ത്രോപോളജിസ്റ്റും അതുപോലെ തന്നെ ഒരു സോഷ്യോളജിസ്റ്റുമാണ്. അപ്പൊ ഇവരെല്ലാം ഒരു ബയോളജിയും അതുപോലെ തന്നെ കൾച്ചറും കിങ്ഷിപ്പിനെ എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തികളാണ്. അതുപോലെ നമ്മുടെ പരമ്പരാഗതമായ കിങ്ഷിപ്പ് രീതികളെ കുറിച്ച് അല്ലെങ്കിൽ കിങ്ഷിപ്പ് സ്റ്റഡീസിനെ കുറിച്ച് വിമർശനാത്മകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനാത്മകമായ പുതിയ പഠനങ്ങൾ നടത്തിയ വ്യക്തികളും കൂടിയാണ്. അപ്പൊ ഈ 3 പേരുകളും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കൾച്ചറൽ അപ്രോച്ചിൽ നമ്മുടെ കിങ്ഷിപ്പ് സ്റ്റഡീസിലെ കൾച്ചറൽ അപ്രോച്ച് വരുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഷിനൈഡറിനെ കുറിച്ചും അതുപോലെ തന്നെ ജാനറ്റ് ക്രാസ്റ്റനെ കുറിച്ചും മാരിയൻ സതാർട്ടണിനെ കുറിച്ചും എഴുതി വെക്കുക. ഇനി അതുപോലെ തന്നെ കാത്ത് ബേർസ്റ്റൺ എന്ന് പറയുന്നത് ഫാമിലീസ് ബൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ്. Families by choice or chosen family are used for the females of homosexuals who
who have chosen out of their biological family due to rejection and violence. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. അപ്പൊ ഫാമിലീസ് ഓഫ് ഹോമോസെക്ഷൽസ് who have chosen out of their biological family due to rejection and violence. അപ്പം ബയോളജിക്കൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ജന്മം കൊണ്ട ഫാമിലിയാണ്. അതുപോലെ ഉള്ളൊരു ഫാമിലി ബൈ ചൂസൺ അല്ലെങ്കിൽ ചൂസൺ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലീസ്, അതായത് ഈ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ളത്. ഹോമോസെക്ഷൽസ് എന്ന് പറയുന്നത് സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ആണ് നമ്മൾ ഹോമോസെക്ഷൽസ് എന്ന് അറിയപ്പെടുന്നത്. അത് കാരണം അതിനകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗേയ്സും ഉണ്ട്. ഗേ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയായിരിക്കും, ആൺകുട്ടികളോട് തന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് ഗേയ്സ് എന്ന് നമ്മൾ വിളിക്കുക. അതുപോലെ തന്നെ ലെസ്ബിയൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ഇതിനെയാണ് ലെസ്ബിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ലെസ്ബിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലെസ്ബിയൻസും ഗേയ്സും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ സോഷ്യോളജിസ്റ്റുകളായ നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പം സോഷ്യോളജിസ്റ്റുകൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിരുന്നു, അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടും ഒരു പാപമായിട്ടും ഒക്കെ കരുതിയിരുന്നു. പക്ഷെ ഷിനൈഡറിന്റെയും ജാനറ്റിന്റെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പുതിയ പഠനങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള മാരേജ്, ഹോമോസെക്ഷൽസിന്റെ മാരേജും അതുപോലെ തന്നെ ദത്തെടുക്കലും അതുപോലെ തന്നെ സറോഗസി അല്ലെങ്കിൽ ജീൻ നമ്മുടെ അങ്ങനെയുള്ള പുനരുൽപാദനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നതൊക്കെ അവരുടെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആളുകളായിട്ട് അംഗീകരിക്കാൻ തുടങ്ങിയത് ഷിനൈഡറിന്റെയും അതുപോലെ തന്നെ ജാനറ്റ് കാസ്റ്റിന്റെ ഒക്കെ പഠനങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് നമ്മുടെ കിങ്ഷിപ്പ് സ്റ്റഡീസിലെ പുതിയ മാനങ്ങൾ കൊണ്ടുവന്നതും പുതിയ കിങ്ഷിപ്പ് സ്റ്റഡീസിലെ പുതിയ ടെക്നോളജിയുടെ ഉപയോഗങ്ങളും കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പഠനങ്ങൾ നടത്തിയതിനു ശേഷമാണ്. ഇനിയുള്ളത് ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസ് ആണ്. അതായത് നമ്മുടെ ഈ പഠനങ്ങൾക്കൊക്കെ ശേഷം, അതായത് നമ്മുടെ കാറ്റ് വെസ്റ്റേണും അതുപോലെ തന്നെ ഷിനൈഡറിന്റെയും ജാനറ്റ് ക്രാസ്റ്റിന്റെയും ഒക്കെ പഠനങ്ങൾ വന്നതിന് ശേഷം പുതിയ കിങ്ഷിപ്പ് പഠനങ്ങളെ കുറിച്ചുള്ള ചില ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. As per the definition of the cultural approach, kinship refers the symbolic system of meanings that creates into other biological spheres. This approach left a strong influence on subsequent studies. There are many accounts of kinship, both in Western and in non-Western societies, that gave in-depth description of how understandings of kinship differ on account of cultural factors, including ethnicity, personal experience and other attributes. അപ്പൊ നമ്മുടെ സമൂഹം, അതായത് ഇന്ത്യയിലുള്ള കിങ്ഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലുള്ള കിങ്ഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. അവർ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ടേ കിങ്ഷിപ്പ് പഠനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കിങ്ഷിപ്പ് പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതിൽ ആ രീതിയിലുള്ള പുരോഗമനങ്ങളൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെ തുടക്കം കുറിച്ചത് ഈ ഷിനൈഡറും അതുപോലെ തന്നെ ജാനറ്റ് കാസ്റ്ററും ഒക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ബിയോണ്ട് ബയോളജി ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഷിനൈഡർസ് കൾച്ചർ അപ്രോച്ച് വാസ് വെൽകംഡ് ബൈ മെനി ആന്ത്രോപോളജിസ്റ്റ് ഹു വാണ്ടഡ് ടു ഫ്രീ കിൻഷിപ്പ് ഫ്രം ദ ബോൺസ് ഓഫ് ബയോളജി. Gays and lesbians championed the notion of the biology does not set a standard for every day in the construction of non-traditional families. The cultural approach bordered the understanding of family and marriage to include relations formed outside heterosexual and monogamous sexual unions. But beyond biology എന്ന് പറയുന്നത് പുതിയ കിങ്ഷിപ്പ് പഠനങ്ങൾ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായ കാര്യങ്ങളിൽ നിന്ന് അധീനമായിരുന്നു. അതായത് ജീവശാസ്ത്രപരമായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് ദത്തെടുക്കലിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ദത്തെടുക്കലിലൂടെ ഒരു കുടുംബത്തിലേക്ക് വരുന്ന കുട്ടികളെയും അതുപോലെ തന്നെ മറ്റ് റീപ്രൊഡക്ഷൻ രീതികൾ, ഇപ്പൊ ഗർഭധാരണത്തിലൂടെയൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ അവര് തീർത്തും ബയോളജിക്കൽ ആയിട്ടുള്ള കുട്ടികളാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. കാരണം ദത്തെടുക്കുന്നത് നമ്മുടെ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും യഥാർത്ഥത്തിലുള്ള അവരുടെ രക്തബന്ധത്തിലുള്ള ഒരു കുട്ടിയായിരിക്കില്ല അവർ ദത്തെടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു കുട്ടിയും അവരുടെ കിങ്ഷിപ്പിന്റെ ഭാഗമായത് പുതിയ കിങ്ഷിപ്പ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ സെറോഗസിയും അതുപോലെ തന്നെ നമ്മുടെ സ്പാം ഡൊണേറ്റേഴ്സ് കേട്ടിട്ടുണ്ടാവും, സ്പാം ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്.
സ്പെം ഡൊണേറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ലൈംഗികമായിട്ടുള്ള സ്പെംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്പെംസിന്റെ ഒക്കെ എണ്ണം കുറവുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്പെം ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളെ ആശ്രയിക്കാം. അങ്ങനെ സ്പെം ഒരു അണ്ടത്തിൽ പ്രവേശിപ്പിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഒക്കെ ഈ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ, പണ്ടത്തെ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ വളരെയധികം നിരാകരിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊന്നും സ്വന്തം കുടുംബത്തിലുള്ള ആളുകളല്ല എന്നുള്ള ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ ചിന്താരീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ആ കുടുംബത്തിന്റെ ഭാഗമാണെന്നും ആ ഒരു സ്വന്തം കുടുംബം അല്ലെങ്കിൽ തികച്ചും തീർത്തും ബന്ധങ്ങളാൽ അത് കൂടുതൽ സ്ട്രോങ് ആണെന്നുമുള്ള ചിന്തകളൊക്കെ കൊണ്ടുവന്നത് ഈ ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് സ്റ്റഡീസ് ആണ് അടുത്ത പോയിന്റ്. അപ്പം ബിയോണ്ട് ബയോളജി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫെമിനിസ്റ്റ് സ്റ്റഡീസ് ആണ് ഈ ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ കിങ്ഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ പുരുഷന്മാരിൽ നിന്നാണ് ഡേറ്റാസ് കളക്ട് ചെയ്തത്. അവരുടെ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് പുരുഷന്മാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്നാണ്. അപ്പൊ സ്ത്രീകളുടെ ആക്സസിബിലിറ്റി വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു അവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ, കിങ്ഷിപ്പ് സ്റ്റഡീസ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ആ ഒരു കുറവ് ഇന്നത്തെ ഈ ഒരു കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നു. അതായത് പണ്ടുകാലത്തെ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നു. അപ്പം ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഈ ഫെമിനിസ്റ്റ് സ്റ്റഡീസ് ഉൾപ്പെടുത്തിയപ്പോൾ അത് കൂടുതൽ മികച്ചതായിട്ട് മാറി എന്നാണ് ഇവിടെ പറയുന്നത്. ഫെമിനിസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് മെനി ഫെമിനിസ്റ്റ് യൂസ് ദ അപ്രോച്ച് ഇൻ ഓർഡർ ടു deconstruct the understanding of gender. They proclaimed the gender was the cultural construct and its meaning in different from one society in another. According to feminists, the gender is at the center of analysis stressed on the dynamic of power relations rather than on descent of alliance. Therefore, the kingship and lineage relations become constructed not in terms of rights and duties, but in terms of power and strategies to gain power. The work done by Kohler of patrilineal system focused on how women's strategies their position in a patriarchal residence in order to promote their interest through their husbands and sons. അപ്പോൾ നമ്മുടെ കോളിൻസ് എന്നൊക്കെ പറയുന്ന വ്യക്തി, കോളർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കിങ്ഷിപ്പ് സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. അതുപോലെ തന്നെ നമ്മുടെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നാണ് കിങ്ഷിപ്പ് സ്റ്റഡീസ് തുടങ്ങി വെച്ചത്. അപ്പൊ അതിന് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുപോലെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു ഒരു പാട്രിലീനിയൽ സൊസൈറ്റി. പാട്രിലീനിയൽ എന്ന് പറയുന്ന പിതൃ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം എന്നാണ് നമുക്ക് അതിന്റെ ആശയം. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന കിങ്ഷിപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബന്ധുത്വ പഠനങ്ങൾ തീർത്തും പുരുഷ കേന്ദ്രീകൃതമായിരുന്നു. അത് സ്ത്രീകൾക്ക് യാതൊരു അവകാശമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആശയങ്ങൾ അത് ഉൾക്കൊള്ളിച്ചിരുന്ന എന്നൊരു വിമർശനം ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഫെമിനിസ്റ്റ് സ്റ്റഡീസും കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഉൾപ്പെടുത്തി. അതാണ് ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പൊ ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഈ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയുടെ സ്വാധീനവും വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഈ കാലഘട്ടത്തിലുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ പണ്ട് കാലത്ത് ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവൾ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ താലോലിക്കാനോ അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ളൊരു ടെക്നോളജിയോ അതിനുള്ള ബദൽ മാർഗങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാതെ തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ അവർക്ക് ഗർഭധാരണം നടത്തി പ്രസവിച്ച് സ്വന്തമായിട്ട് വളർത്താൻ സാധിക്കും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നോളജീസ് ഇന്നത്തെ കാലത്തുണ്ട്. സ്പെം ഡൊണേറ്റേഴ്സിൽ നിന്ന് സ്പെം സ്വീകരിച്ച് നമുക്ക് അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു തന്റെ ഭാര്യയ്ക്ക് ഗർഭധാരണത്തിനുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാനുള്ള ഒരു കൽപ്പില്ലെങ്കിൽ, അതിനുള്ളൊരു പ്രാപ്തി ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു വാടക ഗർഭധാരണത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കും. അത് ആ കുഞ്ഞ് ബയോളജിക്കലി ആയിട്ട് അവരുടേതായിരിക്കും. പക്ഷെ ആ കുഞ്ഞ് വളരുന്നത് മറ്റൊരു സ്ത്രീയുടെ ഗർഭത്തിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ യൂട്രസിലായിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജീസിന്റെ വരവോടുകൂടി നമ്മുടെ പുതിയ കിങ്ഷിപ്പ് സ്റ്റഡീസിലും അതിന്റെ അനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. The latest technologies that are used worldwide for procreation include gene transfers, in vitro fertilization, embryo transfer, gamete,
ഇൻഫ്രാ-ഫാൽപ്പിയൻ ട്രാൻസ്ഫർ, സറോഗസി, സ്പേം ബാങ്ക്സ്, ഫ്രോസൺ എംബ്രോയിഡ്സ്. അപ്പൊ സറോഗസി എന്ന് പറയുന്നത് വാടകഗർഭധാരണമാണ്. സ്പേം ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ പുരുഷന്മാരിൽ നിന്ന് ആരോഗ്യമുള്ള സ്പേംസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്പേം ബാങ്കേഴ്സ് ഉണ്ട്. അപ്പൊ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആയിട്ട് നമുക്ക് അത് കണക്കാക്കാൻ പറ്റും. ഒരു കുഞ്ഞിനെ ഇല്ലാത്ത ആളുകൾക്ക് ഒരു കുഞ്ഞിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. With the use of these technologies in this sphere to separate sex from reproduction and allow a woman to conceive without intercourse, the permit a man to be genetically related to the child of a woman with whom he has had no physical contact. അപ്പൊ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ഒരു സ്ത്രീക്ക് അമ്മയാകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ടുണ്ടായ വലിയൊരു മാറ്റമാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ സഹായമില്ലാതെ ഗർഭധാരണം സാധ്യമാകും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഈ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി കൊണ്ടുള്ള ഒരു ഗുണം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് അത് ഒരു സെക്സിലൊന്നും ഏർപ്പെടാതെ, അതുപോലെ തന്നെ ഒരു ഇന്റർകോഴ്സിലൊന്നും ഏർപ്പെടാതെ തന്നെ ഒരു സ്ത്രീക്ക് അമ്മയാവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ഒരു പുരുഷനിൽ നിന്നല്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് വളരെയധികം സമൂഹം അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ബന്ധുത്വത്തിൽ നിന്നും അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യവും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിൽ ഈ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ സ്വന്തം കുടുംബത്തിന്റെ പിന്തുണയും അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബം എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. The challenge that was brought about the concept was previously held cultural contractions of kinship and brings about new kinds of social relations, thus refining kinship relations. These technologies help in letting the people exploit their understanding of relatedness, identity and social cultural belonging. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പോസ്റ്റ് ഷിനൈഡർ കിങ്ഷിപ്പ് സ്റ്റഡീസ്. David Schneider proposed the cultural approach that brought in new light for understanding the kinship relations and converted a wide range of relatedness. The universalistic nations of biology kinship was completely neglected. ബയോളജിക്കൽ കിൻഷിപ്പ് കൂടുതലായിട്ടും നെഗ്ലക്ട് ചെയ്തിരുന്നു. അപ്പം അതുപോലെ നിദാം സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദ അനലൈസിസ് ഓഫ് പ്രോസസ് ആൻഡ് കണ്ടിന്യൂസ് kingship rather than the process itself, and hence the significance of the interpretation and the symbolic meaning. The kinship as the analytic category was replaced with the notions of relatedness and shared substance. Schneider also converted the Western bias in anthropological understanding of kinship and illustrates of importance of emic approach. അപ്പോൾ അതുപോലെ തന്നെ ഷിനൈഡറിന്റെ പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വിശദമായിട്ട് മറ്റാളുകളും പഠന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പൊ ഷിനൈഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടറിന് അധികം പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കൾച്ചറിന്റെയും അതുപോലെ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം അവർ നൽകിയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബയോളജിക്കലായിട്ട് ഉണ്ടാകുന്ന ബന്ധുത്വവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും. അപ്പൊ ഈ പാഠഭാഗത്തിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 63 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്രീഫ്ലി ഡിസ്കസ് ഷിനൈഡർ ക്രിറ്റിക് ഓഫ് ദ ട്രഡീഷണൽ കിൻഷിപ്പ് സ്റ്റഡീസ് ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഇടുക. അത് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഷിനൈഡറിന്റെ ക്രിറ്റിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഷിനൈഡറിന് ശേഷം ഷിനൈഡറിന്റെ തിയറീസ് ഒക്കെ ഫോളോ ചെയ്ത് വന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ജാനറ്റ് കാസ്റ്റണും അതുപോലെ തന്നെ മാലിയനും ഒക്കെ ഷിനൈഡറിന്റെ കിൻഷിപ്പ് പഠനങ്ങളെ കുറിച്ച് അതിന്റെ വിശദമായ പഠനങ്ങൾ തുടർ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ അത് എഴുതി വെക്കണം. അപ്പൊ അതിലൂടെ ഒരു ടിക്ക് മാർക്ക് ഇടുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ഓഫ് റിലേറ്റഡ്നെസ്. അപ്പൊ കൾച്ചറൽ അപ്രോച്ച്, നമ്മുടെ കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞത്. അപ്പൊ ഈ കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ കിൻഷിപ്പും അതുപോലെ റിലേറ്റഡ്നെസ്സിലും ഒക്കെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ടിക്ക് മാർക്ക് ചെയ്യുക. പേജ് നമ്പർ 64 തേർഡ് ക്വസ്റ്റ്യൻ. ഇനി അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് ഗീവ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ബയോളജിക്കൽ ഫാമിലി ആൻഡ് ഫാമിലി ബൈ ചോയ്സ്.
അപ്പൊ അതെന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജന്മം കൊണ്ട ഫാമിലിയാണ് ബയോളജിക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഒരു ഫാമിലിയാണ് അല്ലെ. നമ്മൾ എവിടെ ജനിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ജനിക്കുന്നു, അതാണ് ബയോളജിക്കൽ ഫാമിലി. അതുപോലെ തന്നെ നമ്മൾ വളരുന്ന ഒരു ഫാമിലിയാണ് ബയോളജിക്കൽ ഫാമിലി. അതിനുശേഷം നമ്മൾ ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൂസൺ ഫാമിലീസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പങ്കാളിയെ കണ്ടെത്തി അതൊരു കുടുംബമായി തീരുമ്പോഴാണ് ഫാമിലി ബൈ ചൂസൺ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു കുടുംബം ഉണ്ടാക്കുന്നത് ഈ ഫാമിലി ബൈ അല്ലെങ്കിൽ ചൂസൺ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സാംസ് എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒന്ന് വായിച്ചു പോവുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുകയും ചെയ്യണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 പേജ് നമ്പർ 70, ക്വസ്റ്റ്യൻ നമ്പർ 6, 70ാമത്തെ പേജില് 6ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫ്യൂച്ചർ ഓഫ് കിങ്ഷിപ്പ് സ്റ്റഡീസ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ടിക്ക് മാർക്ക് ഇട്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എങ്ങനെ കിങ്ഷിപ്പിനെ പഠന വിധേയമാക്കി അല്ലെങ്കിൽ എങ്ങനെ സഹായിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് സഹായിച്ചത്? ഒരു പണ്ട് കാലത്ത് ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അത് അവര് അവസാനം വരെ, അവരുടെ മരണം വരെ അവർക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാനോ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് കുഞ്ഞിനെ വളർത്താനോ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിന് കഴിയില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സറോഗസിയിലൂടെ ഒരു മാതാവിന് ഒരു വാടക ഗർഭധാരണത്തില് ഇവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കും. ആ കുഞ്ഞിനെ, അതും സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കും. അതുപോലെ ആ കുഞ്ഞിനെ വളർത്താനും ഒക്കെ സാധിക്കും. അത് നിയമവിധേയമാണ് ഈ കാലത്ത്. പണ്ട് അത് നിയമവിധേയമല്ല ആയിരുന്നില്ല, ഇപ്പോഴത്തെ കാലത്ത് അത് നിയമവിധേയമാണ്. ലീഗലി അവരുടെ കുഞ്ഞായിട്ട് തന്നെ അത് നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ രാഷ്ട്രവും ഒക്കെ കണക്കാക്കും. അതുപോലെ തന്നെ നമ്മൾ സ്പേം ബാങ്ക്സിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ദത്തെടുക്കലിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് കാണുന്നത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ, ചാപ്റ്റർ നമ്പർ 6 ആണ്. ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ. അപ്പൊ ക്രോസ് കൾച്ചർ എന്ന് പറയുന്നത്, അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവിധ കാര്യങ്ങൾ ഉൾച്ചേർന്നതാണ് ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം കൾച്ചേഴ്സിനെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണെന്ന് നമുക്കറിയാലോ അല്ലെ. ഒരുപാട് ഭൂപ്രകൃതി ആണെങ്കിലും സംസ്കാരങ്ങളാണെങ്കിലും മതങ്ങളാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വളരെ വൈവിധ്യമാർന്ന ഒന്നാണ്. അല്ലെങ്കിൽ വൈവിധ്യമാർന്ന മതങ്ങളും അതുപോലെ തന്നെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ സംസ്കാരങ്ങളും ഒക്കെ ഉൾച്ചേർന്നിരിക്കുന്ന വളരെ ജൈവ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ കിങ്ഷിപ്പും അല്ലെങ്കിൽ മാരേജ് സിസ്റ്റവും അതുപോലെ ഓരോ മതങ്ങളുടെ ആചാരങ്ങളും ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ മതങ്ങളിലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആചാര രീതികളും കിങ്ഷിപ്പ് രീതികളും ഒക്കെയാണ് നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. These kingship systems are important for the socialization of the individuals in India. അപ്പം നമ്മൾ കിങ്ഷിപ്പിനെയും അതുപോലെ തന്നെ സംസ്കാരത്തെയും അതുപോലെ കാണുന്നത് അല്ലെങ്കിൽ കുടുംബത്തെയൊക്കെ കാണുന്നത് ഒരു സോഷ്യലൈസേഷൻ ഉള്ള ഒരു മാർഗമായിട്ടാണ്. ഇപ്പൊ നമ്മൾ സാമൂഹ്യവൽക്കരിക്കപ്പെടുകയാണ് അല്ലെ. ഒരു കുട്ടി നമ്മുടെ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവര് മറ്റു ആളുകളുമായിട്ട് ഇടപഴകുകയും അവരുമായിട്ട് സംസാരിച്ച് അവര് കൂടുതൽ മിടുക്കരാവുകയും നമ്മുടെ സമൂഹത്തിന്റെ പല കാര്യങ്ങളും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മുടെ ബന്ധുക്കളിൽ നിന്നാണ് കൂടുതലും കുട്ടി ഓരോ കാര്യങ്ങൾ പഠിക്കുകയും ഓരോ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോ ഈ കിങ്ഷിപ്പും അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യലൈസേഷൻ ഉള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് കിങ്ഷിപ്പ് ഡയമെൻഷൻസ് ബേസിസ് ഫോർ ക്രോസ് കൾച്ചർ വേരിയേഷൻസ്. The kinship dimensions are also important in avoiding the social, religious, and cultural taboos. The kinship dimensions depend upon the cultural, language, and religion of the people in the region. There are other aspects in kinship dimensions which ensure regional diversity. ഇപ്പൊ നമ്മുടെ കിങ്ഷിപ്പ് പഠനങ്ങൾ
ഓരോ കൾച്ചർ അനുസരിച്ചും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും അനുസരിച്ചും വളരെ ഡിഫറെന്റ് ആണ്. അതിന് ഓരോ ഡയമെൻഷൻസ് ആണുള്ളത്. ഇപ്പൊ പാട്രിലീനിയൽ സൊസൈറ്റിയിൽ നമ്മുടെ കിൻഷിപ്പ് പഠനങ്ങൾ അല്ലെങ്കിൽ കിൻഷിപ്പ് രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഒരു മാട്രിലീനിയൽ സൊസൈറ്റിയിൽ, മാട്രിലീനിയൽ എന്ന് പറയുന്നത് മാതൃതല കുടുംബങ്ങൾ അല്ലെങ്കിൽ മാതൃ രേഖാംശത്തിൽ പോകുന്ന കുടുംബങ്ങൾ. അത് അവിടെ മാട്രിലീനിയൽ സൊസൈറ്റിയിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. അതുപോലെ തന്നെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ സ്ത്രീകളിൽ നിന്ന് പെൺമക്കളിലേക്കാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത്. പാട്രിലീനിയൽ എന്ന് പറയുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതോടെ പുരുഷനിൽ നിന്ന് മറ്റ് ആൺമക്കളിലേക്കായിരിക്കും അവര് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രൊഡോമിനന്റ് വേരിയൻസ് ഓഫ് ലീനേജ് പാറ്റേൺസ്. Predominantly patrilineal north, the most usual form of the lineage of north in unilineal descent. The descent is the male lines from father to son, known as the Midakshara school of inheritance. In this system, the members cooperate in the matters of religious rituals and economic matters. The elderly man of the lineage gets the important, and the members of the same lineage live close together with the same village. അപ്പൊ അതുപോലെ തന്നെ മാട്രിലീനിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അതൊരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹമാണ്. അല്ല, പാട്രിലീനിയൽ എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം, മാട്രിലീനിയൽ എന്ന് പറയുന്നത് നമ്മുടെ മാതൃ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ്. അപ്പോ നോർത്തില് മിതാക്ഷര എന്ന് പറയുന്ന സൊസൈറ്റിയിലൊക്കെ പിതൃ കേന്ദ്രീകൃതമായ ഒരു കുടുംബങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ദ എൽഡർലി മാൻ ഓഫ് ദ ലീനേജ് ഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ലീനേജ് live close together within the same village. The trend has now changed with the development and globalization, urbanization and industrial revolution, etc. The property in this region is generally passed on to the male line. അപ്പം പാട്രിലിനിയൽ നോർത്ത് എന്ന് പറഞ്ഞ നോർത്തിൽ കുറച്ച് പാട്രിലിനിയൽ ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടും അർബനൈസേഷന്റെ ഭാഗമായിട്ടും ആ ജോയിന്റ് ഫാമിലിയിലുള്ള രീതികളും അതുപോലെ തന്നെ സ്വത്ത് പുരുഷനിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സംവിധാനത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എ മിക്സ് ഓഫ് പാട്രിലിനിയൽ ആൻഡ് മാട്രിലിനിയൽ ഈസ്റ്റിലുള്ള പാട്രിലിനിയൽ അല്ലെങ്കിൽ മാട്രിലിനിയൽ ആയിട്ടുള്ള കുടുംബങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. ദ Bhumis and Munda tribes of Jharkhand in the eastern region observe the patrilineal mode of descent. The Kashi tribe of Assam is uniquely matrilineal. അപ്പൊ കാശി ട്രൈബ് എന്ന് പറയുന്നത് മാട്രിലിനിയൽ ഒരു സൊസൈറ്റിയാണ്. അവര് മാതാവിന് അല്ലെങ്കിൽ മാതൃരേഖയിലാണ് അവരുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പക്ഷേ മുണ്ട വംശമൊക്കെ അല്ലെങ്കിൽ മുണ്ട ഗോത്രയിലൊക്കെ ഒരു പാട്രിലിനിയൽ മോഡൽ ഓഫ് രീതിയാണ്, സൊസൈറ്റിയാണ് നിലനിൽക്കുന്നത്. The preference is given to the nuclear families, although the husband often keeps his widowed mother or unmarried brothers with him. The relations between each other is cordial and are maintained through a common place of ancestor worship and extended cooperation in such others members of crisis. The matrilineal castes follow the joint family system with the common place of worship and a common graveyard, but the husband and wife live in a separate house of their own. അപ്പൊ അതുപോലെ തന്നെ പാട്രിലിനിയൽ ആയിട്ടുള്ള രീതികൾ ഈസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ മാട്രിലിനിയുമായിട്ടുള്ള രീതികൾ സൗത്തിലുമുണ്ട്. സൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്, നമ്മുടെ കേരളം ഒക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളാണ് സൗത്തിൽ ഉൾപ്പെടുക. അപ്പം kingship system in the region is very complex in nature. The dominant one is the patrilineal system, but some sections remain matrilineal in their rules of descent. Some of the sections are follow the matrilineal in the Bilas and the Kanara and the Tians and some Moples, Malabar regions of the south. അപ്പൊ ചില പ്രദേശങ്ങളിൽ ചില ആളുകൾ മാട്രിലിനിയൽ രീതി പിന്തുടരുകയും എന്നാൽ ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പാട്രിലിനിയൽ രീതിയാണ് പിന്തുടരുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ നായർ തറവാടുകളിലൊക്കെ മാട്രിലിനിയൽ രീതിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ പാട്രിലിനിയൽ രീതിയാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിതൃ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു അല്ലെങ്കിൽ ഒരു വംശാവലിയാണോ നമ്പൂതിരി ഇല്ലംസിലൊക്കെ ഉണ്ടായിരുന്നത്.
അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The Nayars of Kerala follow the matrilineal system is known as മരുമക്കത്തായം. അതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. മരുമക്കത്തായം എന്നാണ് നമ്മുടെ മാട്രിലിനിയൽ സൊസൈറ്റിയിൽ അറിയപ്പെടുന്നത്. അതുപോലെ നായർ തറവാടുകളിൽ ഉണ്ടായിരുന്നത് ഒരു മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. In which women have got not only just a right to property but with respect, power and prestige. The family lived together in the house called Taravada, which consists a mother and children, her brothers and sisters, the head of the household in the eldest brother or the Karnav. The property is owned jointly. The Marumakatayam are now rare in Kerala, and the joint families got gradually broken into what is known as the Makatayam system, which means inheritance through male line, the practice of carrying mother's surname, old family names and titles in some Nair families still exist, showcasing their affinity to the old Marumakatayam system. ഓക്കെ, അപ്പം നായർ തറവാടുകളിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ഒരു പുരുഷൻ, മുതിർന്ന പുരുഷനാണ് അവിടുത്തെ സ്വത്തുകൾ കൈവശം വയ്ക്കുകയും അത് അധികാരത്തോടെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശം അല്ലെങ്കിൽ സ്വത്തിന്റെ പൂർണ്ണമായ അവകാശി എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും. പക്ഷെ ഈ സ്വത്തുക്കളൊക്കെ കൈവശം വയ്ക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് മുതിർന്ന പുരുഷനായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്പൂതിരി ബ്രാഹ്മിൻസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കേരളയിലെ നമ്പൂതിരി ബ്രാഹ്മിൻസ് പാട്ലിനിയൽ സൊസൈറ്റിയിൽ ഉൾപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഒരു മക്കത്തായം ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ മരുമക്കത്തായം ഒന്നുമില്ല. കാരണം ജോയിന്റ് ഫാമിലി ഒക്കെ വളരെയധികം കുറവാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുകയും അതുപോലെ തന്നെ ഈ മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഒക്കെ തീർത്തും ഇല്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. But Nambudiri Brahminisinidail, this section is predominantly patrilineal in nature, yet a matrilineal society. The patrilineal is traditionally known as Illam in Malayali, in which only the eldest son was permitted to marry a Nambudiri girl, and the younger sons made sambandham of liaison with the girls. Belong to the Nair caste. The younger sons visited their partners at night, and children born of this union become a part of their mother's Taravada or Taravadu. The Nambudiri Illam consists of the eldest son and his wife and the younger brothers. Sometimes his older parents or eldest son's children. അപ്പോൾ ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ അവര് പാട്ലിനിയൽ സൊസൈറ്റിയാണ് അല്ലെങ്കിൽ പാട്ലിനിയൽ രീതിയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അത് പിതൃ കേന്ദ്രീകൃതമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ അവിടെ നമ്പൂതിരി ഇല്ലത്തിലെ ഒരു മൂത്ത പുരുഷനെ മാത്രമേ സ്ത്രീയെ വിവാഹം കഴിച്ച് തറവാട് ഇല്ലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പൊ മൂത്ത പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വേളി എന്ന് പറയുന്നത് ഭാര്യയാണ്, ഭാര്യയെ സ്വന്തം ഇല്ലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളായിരുന്നു. പക്ഷെ അവരുടെ ഇളയ ആളുകൾ അല്ലെങ്കിൽ ഇളയ സഹോദരന്മാര് അവര് സംബന്ധം വഴിയാണ് അവരെ വേളി കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ അവര് പാർട്ട്നേഴ്സും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സംബന്ധം വഴിയാണ്. സംബന്ധം എന്ന് പറയുന്നത് നമ്പൂതിരി പുരുഷന്മാർക്ക് നായർ സ്ത്രീകളിൽ അവരുടെ സംബന്ധം വെക്കാൻ സാധിക്കും. അങ്ങനെ സംബന്ധത്തിലൂടെ അവർക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ തറവാടിലായിരിക്കും വളരുക, അല്ലെങ്കിൽ നായർ അമ്മയുടെ കൂടെയായിരിക്കും ആ കുട്ടികളൊക്കെ വളരുക. അപ്പം അതുപോലെയുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമ്പൂതിരി ഇല്ലംസ് ഒക്കെ പാട്ലിനിയൽ സൊസൈറ്റി ആയിരുന്നു. ഇനി അടുത്തത് കിങ്ഷിപ്പ് ടേംസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് നോർത്ത് ആൻഡ് വിയസ് ക്ലാസിഫിക്കേറ്ററി സൗത്ത്. A very important role in the played by the kingship terms in decoding the returns of the given kingship system. This section deals with the categories of kingship terminologies in north and south, representatively terms of address, the terms of reference. The terms of address are the terms are used by people in addressing each other, and the terms of reference are used to refer to a particular relationship. We shall now look at the cross-cultural variations in these terms. അപ്പൊ അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് നോർത്ത് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേറ്ററി സൗത്ത് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് നോർത്തില് the kingship terms in northern region are used to describe the kingship relation from the standpoint of the speaker. In the North India, the kingship terminologies are very clear, like children or one's brother are Bajida, Badija, and Badiji. For female children ആണ് ബദീജി എന്ന് പറയുന്നത്. ഖദീജ എന്ന് പറയുന്നത് മെയിൽ ചൈൽഡ് ആണ്. അതുപോലെ തന്നെ ദ ചിൽഡ്രൻ ഓഫ് വൺ സിസ്റ്റർ ആർ ഭുജ ആൻഡ് ഭാഞ്ചി എന്ന് പറയുന്നത് ഫീമെയിൽ ചൈൽഡിനെയാണ്.
and other similar terms, the northern region, these terminologies also reflect the kind of relationship and the expected behavior from the particular kin. There are some relationship in northern India like Susar and Bahu, wherein the practice of Bali or Purda is still very common. In classificatory south, the classificatory south have the Dravidian kinship terms and intersegregates the speakers one generating into the following two groups. One group, known as Bengali, in Tamil consists of all the brothers and sisters, including one's parallel cousins and the children of fathers, parallel cousins. The second group is called Mama Machinan in Tamil, and the comparisons of close cousins and affinial relatives such as wife, husband, or the former set of kins. അപ്പൊ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളാണ് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നോർത്തിലും വളരെ വേറെ രീതിയിലുള്ള കിങ്ഷിപ്പ് രീതികളാണ് നിലനിന്നിരുന്നത്. അപ്പം തമിഴിലൊക്കെ മാമൻ മച്ചാൻ രീതികളും അതുപോലെ തന്നെ നമ്മുടെ പങ്കാളി എന്ന് പറയുന്ന കുറച്ച് ഒരു ടേം ഒക്കെ ഇവര് അവരുടെ കിങ്ഷിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ ഇവർക്ക് കുറച്ച് മാരേജ് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് പേജ് നമ്പർ 74. There are many new kingship bonds that are created with every marriage in the given family. Also, there are some norms that are associated with every new relationship after marriage. There are certain rules associated with the relationship between the bride givers and bride takers, which contributes in enhancing and consolidating a kingship structure. Hence, a ruler of marriage are important in providing cultural variations in the study of kingship, about which we shall study in the following section. അടുത്തെന്ന് പറയുന്നത് ക്ലാൻ എക്സോഗമി അല്ലെങ്കിൽ ഫോർ ക്ലാൻ റൂൾ ആൻഡ് ദ റൂൾസ് ഓഫ് എൻഡോഗമി. എക്സോഗമി എന്ന് പറയുന്നത് വംശത്തിൽ പുറത്തു നിന്നുള്ള മാരേജസിനെയാണ് എക്സോഗമി എന്ന് പറയുന്നത്. അപ്പൊ ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില ഗോത്രങ്ങളിലൊക്കെ എക്സോഗമി രീതിയിലുള്ള മാരേജസ് ആണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. കാരണം അവിടെ സെയിം വംശത്തിൽ നിന്നോ അല്ലെങ്കിൽ സെയിം കുടുംബത്തിൽ നിന്നുള്ള വിവാഹങ്ങൾ തീർത്തും നിരോധിക്കപ്പെട്ടിരുന്നു. അതാണ് എക്സോഗമി എന്ന് പറയുന്നത്, വംശത്തിൽ പുറത്തു നിന്നുള്ള മാരേജസ്. ഈ എൻഡോഗമി എന്ന് പറയുന്നത് വംശത്തിനകത്തു നിന്നുള്ള മാരേജിനാണ് എൻഡോഗമി എന്ന് പറയുന്നത്. ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില സംസ്കാരങ്ങളിലൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള മാരേജസ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഇപ്പം നമ്മുടെ സഹോദരിയുടെ മകളെ സഹോദരൻ വിവാഹം കഴിക്കുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും മരുമകൾ അങ്ങനെയുള്ള ചില സമ്പ്രദായം, ഇപ്പൊ മരുമകനെ അതായത് അനന്തരവനെ മരുമകനാക്കുന്ന രീതിയൊക്കെ നമ്മുടെ കേരള സൊസൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദുസിന്റെ ഇടയിലൊക്കെ അമ്മാവന്റെ മകളെയൊക്കെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അച്ഛന്റെ സഹോദരിയുടെ മകനെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള വിവാഹങ്ങള്, ഇപ്പൊ ക്രോസ് കസിൻ തമ്മിലുള്ള വിവാഹങ്ങളൊക്കെ വളരെ സാധാരണമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ നടന്നിരുന്നു. ക്രോസ് കസിൻസ് എന്ന് പറയുന്നത് ഒരു സഹോദരന്റെ മകള് മറ്റൊരു സഹോദരിയുടെ മകന്, അങ്ങനെയുള്ള അവർ രണ്ടുപേരും, അങ്ങനെ ആ രണ്ട് മക്കൾ തമ്മിലുള്ള വിവാഹത്തെയാണ് ഈ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റൂൾ ഓഫ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. But north region clearly reflected the boundaries of one's natal descent line. The Gotra is a cluster of lineage ties up the 4-5 generations, which help in regulating the marriage within that particular subcaste. The two individuals belong to the same Gotra cannot marry. There is another restriction in this laid down by the rules of clan exogamy, which is marrying with the same village. അപ്പൊ ഈ എക്സോഗമി എൻഡോഗമി എന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം എക്സോഗമി എന്ന് പറയുന്നത് വംശത്തിന് പുറത്തുനിന്നുള്ള മാരേജ് ആണ്. അപ്പൊ അവരുടെ ഒരു 5 തലമുറ, ഇപ്പം പൂർവികരുടെ ഒരു 5 തലമുറ വരെ അവര് വിവാഹം കഴിക്കില്ല. കാരണം ആ 5 തലമുറ വരെ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ എൻഡോഗമി എന്ന് പറയുന്നത് അവർ ആ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സെയിം സമൂഹത്തിൽ നിന്നൊക്കെ ആ വംശത്തിൽ നിന്നൊക്കെ വിവാഹം കഴിക്കുന്നവരാണ് എൻഡോഗമിയിൽ ഉൾപ്പെടുക. The rule of reversal എന്ന് പറയുന്നത് the status of one caste is different from another and are placed hierarchically. One such example in say Sarjupali Brahmins in Mirzapur, Uttar Pradesh, which have 3 subcastes, each of which are further stratified into 3 houses of lineages of kingdoms. There is a hierarchical arrangements of those groups are married
Marriages are organized from the lower to the higher lineage. Hence, there is a hierarchical relationship between the bride givers and bride takers. ചിലയിടങ്ങളിലൊക്കെ ഇപ്പം സർജുപ്പാരി ബ്രാഹ്മിൻസിന്റെ ഇടയിൽ മിർസാപൂരിലെ സർജുപ്പാരി ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ഒരു സിസ്റ്റം ഉണ്ട്. അവര് ഹൈറാർക്കി അനുസരിച്ച് 3 ഫാമിലീസ് അല്ലെങ്കിൽ 3 കിങ്ഷിപ്പില് രീതിയിൽ അവരെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കിങ്ഷിപ്പിൽ അപ്പൊ എ ഫാമിലിയിൽ നിന്ന് ബി ഫാമിലിയിലേക്ക് വധുവിനെ കൈമാറുന്നു, ബി ഫാമിലിയിൽ നിന്ന് സി ഫാമിലിയിലേക്ക് വധുവിനെ കൈമാറുന്നു, സി ഫാമിലിയിൽ നിന്ന് തിരിച്ച് എ ഫാമിലിയിലേക്ക് വധുവിനെ കൈമാറുന്നു. അങ്ങനെ ഒരു ചാക്രിക രീതിയിൽ വധുവിനെ കൈമാറുന്ന അല്ലെങ്കിൽ വധുവിനെ സ്വീകരിക്കുന്ന സമ്പ്രദായമൊക്കെ ചിലയിടത്ത് ഉണ്ടായിരുന്നു. അതാണ് റൂൾ ഓഫ് നോ റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇനി റൂൾ ഓഫ് നോ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു റൂൾ ഓഫ് മാരേജ് ആണ്, അല്ലെങ്കിൽ ഒരു നിയമമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് റൂൾ, ഇഫ് എ പേഴ്സൺ സിസ്റ്റർ ഇസ് ഓൾറെഡി മാരിഡ് ഇൻ എ പർട്ടിക്കുലർ ഫാമിലി ആൻഡ് ഹിസ് ഡോട്ടർ cannot be given in the same family, this means that the marriage between matrilineal cross cousins is not allowed in North India. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇതെന്ന് പറയുന്നത് that the marriage between matrilineal cross cousins is not allowed in North India. matrilineal രീതിയിലുള്ള cross cousinsന്റെ മാരേജസ് ആ സൊസൈറ്റിയിൽ അവിടെ നിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവര് നടത്തുകയില്ല. അതാണ് ന്യൂ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സഹോദരി ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോയതിനു ശേഷം ആ കുടുംബത്തിലേക്ക് സഹോദരൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് വിടുകയില്ല. അങ്ങനെയുള്ള രീതിയിലാണ് നോ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെൻട്രൽ ക്രോസ് കസിൻ മാരേജസ് ആൻഡ് അതർ വേരിയേഷൻസ് ആണ്. ഇതിനകത്ത് ദ സെൻട്രൽ റീജിയൻ ആൻഡ് ദ കാസ്റ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് അഹിർ, ഖാന്തി, ഗ്രാസിയ ആൻഡ് ഘാതവ, ചാരൻ ആൻഡ് ദ ട്രൈബൽ ഗ്രൂപ്പ്സ് ലൈക്ക് Bill and Kohli was permitted to both the patrilineal and the matrilineal cross cousin marriages. There are some groups which showcase a mix of allowance and prohibition in this regard, and some practices levirate the same consider cross cousin marriage as a taboo, while some others do not prohibit such marriages. അപ്പൊ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചില ട്രൈബ്സിന്റെ ഇടയിൽ ക്രോസ് കസിൻ മാരേജസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൗത്തില് പ്രിഫേർഡ് മാട്രീനിയൽ അലയൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആണ് പറയുന്നത്. അടുത്തത് there are some positive rules in south which emphasize on whom one can marry. There are 3 types of marriage in this regard, and the first is the marriage between a man and his elder sister's daughter, and the matrilineal nayars do not permit such an alliance. The second type is the man marriage to his father's sister's daughter, which is preferred by some caste groups. In this caste, there is a tendency to return. If a man marries a daughter in a particular family and he expects them to marry their daughter in return. The third type of the preferred marriage between a man and his mother brother's daughter, in which no return policy of followed, that therefore brides are given in only one direction. അപ്പൊ ഇത്തരത്തിലുള്ള 3 തരത്തിലുള്ള മാരേജ് സിസ്റ്റത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ മാട്രിലിയൽ അലയൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് അവരുടെ അച്ഛന്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കും. അത് ആ ഒരു രീതി ഇന്ത്യയിലെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരു അച്ഛന്റെയും ഒരു സഹോദരന്റെയും സഹോദരിയുടെയും മക്കൾ തമ്മിൽ ഒരു സ്ത്രീക്കും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്രോസ് കസിൻ മാരേജസും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ടതാണ് മാൻ ആൻഡ് ഹിസ് മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ, അതായത് ഒരു അമ്മയുടെ സഹോദരന്റെ മകളെ വിവാഹം കഴിക്കുന്ന രീതിയും നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിലനിന്നിരുന്നു. അങ്ങനെയുള്ള ചില മാട്രിലിയൽ അലയൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചില ഗോത്രങ്ങളിലൊക്കെ സെയിം വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ സെയിം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിരുന്നു. ഇനി സെറിമോണിയൽ എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് there is a culture of exchange of gifts with any given kingship structure which is different in different region. The anthropologists view this is the reflecting patterns of behavior among various categories of kings. There are certain differences in cultural practices of northern and southern regions, about which we shall study in the section below.
അപ്പം സെറിമോണിയൽ എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഗിഫ്റ്റുകൾ കൈമാറുക എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം ഗിഫ്റ്റുകൾ കൈമാറുന്ന രീതിയൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹത്തിന് ശേഷം ഒരു ഗിഫ്റ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും ഒക്കെ പണ്ട് കാലഘട്ടത്തിലൊക്കെ അത് സ്ത്രീധനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ സ്ത്രീധനം എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ആ വിവാഹം കഴിച്ചു പോകുമ്പോൾ കുടുംബം നൽകുന്ന ചില സമ്മാനമായിട്ടാണ് ഈ സ്ത്രീധനത്തെ അന്നത്തെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത്. ഈ സ്ത്രീധന സമ്പ്രദായം അന്നത്തെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത് ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു. പക്ഷേ കുറെ കാലങ്ങൾക്ക് ശേഷം സ്ത്രീധനം എന്നത് ഒരു കച്ചവടമായിട്ട് മാറുകയും കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്ന രീതികളൊക്കെ ഉണ്ടാവുകയും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് സ്ത്രീകൾ അപമാനിക്കപ്പെടുകയും അതുപോലെ തന്നെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് തന്നെ പറയുന്നത് പണ്ട് കാലഘട്ടത്തില് സ്ത്രീകൾക്ക് വിവാഹത്തിന് ശേഷം സമ്മാനമായിട്ട് കൊടുക്കുന്നതിനെയാണ് അത് ആ രീതിയിലൂടെയാണ് സ്ത്രീധനം വളർന്ന് വികാസം പ്രാപിച്ചത്. പക്ഷെ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് പുരുഷന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അവകാശമല്ല, അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കേണ്ട ഒരു കാര്യമല്ലെന്ന് നമ്മൾ തീർത്ത് മനസ്സിലാക്കണം. അതെന്ന് പറയുന്നത് സ്ത്രീക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാരിതോഷികം അല്ലെങ്കിൽ ധനമാണ്. അത് അവളുടെ ആവശ്യങ്ങൾക്കോ അവളുടെ പ്രവർത്തനങ്ങൾക്കോ അവളുടെ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒന്നും മാത്രമാണത്. അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ വിവാഹങ്ങൾ മുടങ്ങുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നിയമവിരുദ്ധവും കൂടിയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ ഗിഫ്റ്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. മോസ്റ്റ്ലി വൺ ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഗിഫ്റ്റ്സ് ഇൻ നോർത്ത്. അപ്പൊ ഒരു ഡയറക്ഷനിൽ മാത്രമുള്ള ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ആണ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇൻ ദ നോർത്തേൺ റീജിയൻ ദ ബ്രൈഡ് ഗിവേഴ്സ് considered themselves as inferior, who was supposed to mark any ceremony, be it the marriage or festivals and all the life cycle occasions thereafter, by giving gifts to the various members of the bride takers. This acts as an indicator of the status of the family of the bride givers. Also makes the respect for the bride in her in-laws family. The process continues till the woman is alive, and in some cases, even after that, the brother of the bride continues to take the responsibility to keeping this kinship tradition of gift giving even more than her mother and father. അപ്പോ ഈ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ബ്രൈഡ്സിന്റെ ഫാമിലിയിൽ നിന്ന് ബ്രൈഡിന് ഒരു ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു അധികാരവും അല്ലെങ്കിൽ ഒരു വിലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തു തുടങ്ങിയത്. നോർത്തിന്റെ ഇടയിൽ അങ്ങനെയുള്ള ഗിഫ്റ്റ് ഗിവിംഗ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ്സ് ഇൻ സൗത്ത്. അപ്പൊ സൗത്തിന്റെ ഇടയിലുള്ള ഗിഫ്റ്റിന്റെ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ ദ സൗത്ത് റീജിയൻ ദ പ്രോസസ് ഓഫ് ഗിഫ്റ്റ് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ദ മാർക്ക് ബൈ ദ separation or assimilation of various categories of kings. There are two categories of gifts in South which is exchanged between affinities and internal exchanges of gifts. The exchange of gifts between the families of the bride and the groom is the first category, and the second category consists of those people who belong to both the sides of exchange, the receivers as well as givers, as therefore receives gifts from both of them. The exchange of gifts between the families of the bride and the groom is the first category, and the second category consists of those people who belong to both the sides of exchange, to receivers as well as givers, and therefore receivers gifts from both of them. അപ്പൊ രണ്ട് രീതിയിലുള്ള ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം സൗത്തിൽ ഉള്ള ഗിഫ്റ്റ് ഗീവേഴ്സും അതുപോലെ തന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് രീതിയെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്തൊക്കെ ജ്വല്ലറി ഒക്കെ ആയിട്ടാണ് പെൺകുട്ടികൾക്ക് ധനം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വരന്റെ കുടുംബത്തിൽ നിന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. സ്ത്രീകളുടെ കുടുംബത്തിൽ നിന്ന് വധുവിന്റെ കുടുംബത്തിൽ നിന്ന് തിരിച്ചും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ആർ ദ 4 dimensions of kingship system which marked to the foundation for cross culture variations. Cross culture variationsനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ വിവിധ ടൈപ്പുകൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. അതുകൂടാതെ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ആർ ദ നോർത്ത് ഇന്ത്യൻ പാറ്റേൺസ് ഓഫ് ലീനേജ് ഡിഫറെന്റ് ഫ്രം ദ പാറ്റേൺസ് ഫൗണ്ട് ഇൻ ദ ഈസ്റ്റ്. അപ്പൊ നോർത്തിലും ഈസ്റ്റിലും ഉള്ള ലീനേജ് പാറ്റേൺസ്, അതായത് മാട്രീനിയൽ സൊസൈറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ പാട്രീനിയൽ സൊസൈറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നോർത്തില് പാട്രീനിയൽ മാട്രീനിയൽ സൊസൈറ്റി മിക്സ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈസ്റ്റിലും പാട്രീനിയലും മാട്രീനിയലുമായിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പാട്രീനിയൽ സൊസൈറ്റി ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിലുള്ള നമ്പൂതിരി ഇല്ലങ്ങളൊക്കെ പാട്രീനിയൽ അല്ലെങ്കിൽ പിതൃകേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാട്രീനിയൽ സൊസൈറ്റീസ് ആണ്, അല്ലെങ്കിൽ മാട്രീനിയൽ ഫാമിലീസ് ആണ്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കേരളത്തിലെ നായർ തറവാടുകളൊക്കെ. അവിടെ ഒരു മാട്രീനിയൽ രീതിയാണ് പിന്തുടരുന്നത്. അവിടെ സ്ത്രീകൾക്കായിരുന്നു അവരുടെ സ്വത്തിന് അവകാശം. സ്ത്രീകളിൽ നിന്ന് പെൺമക്കളിലേക്കാണ് സ്വത്തുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ dimensions of kinship system which mark the foundation for cross cultural variations ആണ്. Second questions പറയുന്നത് how are the North India patterns of lineage different from the patterns found in the East. Page number 73 അതുള്ളത്. നായർ തറവാട്, അതുപോലെ തന്നെ ബ്രാഹ്മിൻസിനെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കിൻഷിപ്പ് ഡയമെൻഷൻസ് ബേസിസ് ഫോർ ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് അതിന്റെ ആൻസർ പേജ് നമ്പർ 72-ലാണുള്ളത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ. അപ്പൊ നമ്മള് ഇനി അടുത്ത കാണാൻ പോകുന്നത് ചാപ്റ്റർ 7 ആണ്. അത് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഡയമെൻഷനെ കുറിച്ചാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജാതിയാണ്, ക്ലാസ് എന്ന് പറയുന്നത് വർഗമാണ്, ജെൻഡർ എന്ന് പറയുന്നത് ലിംഗമാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കിങ്ഷിപ്പ് രീതിനെയും അതുപോലെ തന്നെ കിങ്ഷിപ്പ് പഠനങ്ങളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ ഫാമിലീസിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പാഠഭാഗത്തിൽ അല്ലെങ്കിൽ ചാപ്റ്റർ 7-ൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ തന്ന രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടായിട്ട് വായിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റർ 5-ൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു, അതൊന്ന് വായിക്കുക. അതുപോലെ തന്നെ ഇവിടെ വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തുനിന്നും വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് മൊത്തത്തിൽ നമുക്കൊന്ന് അറിഞ്ഞിരുന്നാലേ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് അതിന് അനുയോജ്യമായിട്ട് ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.